പ്രിയമുള്ളവരെ, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്ത വളരെ ഭയവിഹ്വലമായി തന്നെയാണ് ലോകം ഏറ്റുവാങ്ങുന്നത്. പ്രത്യേകിച്ചും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ദൈവം സാക്ഷി, ഇസ്രായേൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി കാത്തിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ ടെല്ലവീവും ഹൈഫയും നിലംപരിശാക്കുമെന്ന് അയത്തുള്ള അലി ഖംനയി, ഇറാന്റെ ആത്മീയ നേതാവിന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അയത്തുള്ള അലി ഖംനയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് അലി ഷംഖാനിയും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത്, ഒരേ സമയത്ത് ഇത്രയധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഇസ്രായേൽ ഇത്രയും കൃത്യമായി ഒരു ആക്രമണം എങ്ങനെ നടത്തി? ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ കടന്നു കയറിയിട്ടുള്ള മൊസാദ് ചാരന്മാരുടെയും ഇസ്രായേലി സൈനികരുടെയും ഒക്കെ ഒരു സംയുക്തമായ ആസൂത്രണം ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരിക്കും എന്ന നിഗമനത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. പ്രത്യേകിച്ചും വളരെ കൃത്യമായി ഒരേ സമയം ഏറ്റവും പ്രമുഖരായ സൈനിക മേധാവികളുടെ, ആണവ ശാസ്ത്രകാരന്മാരുടെ ഒക്കെ ആസ്ഥാനങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നീണ്ട 8 വർഷം ഇറാഖുമായിട്ടുണ്ടായ ഗൾഫ് യുദ്ധത്തിൽ നേരിട്ടതിനേക്കാൾ വലിയ തിരിച്ചടി ഒറ്റ ദിവസം കൊണ്ട് ഇറാന് നൽകുവാൻ പറ്റിയെന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ചും IRGC മേധാവി ഹുസൈൻ സലാമി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബഗേരി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. 5 ആണവ ശാസ്ത്രകാരന്മാർ, അലി ഷംഖാനി എന്ന് പറയുന്ന അയത്തുള്ള അലി ഖംനയുടെ ഉപദേശകൻ, ഫിർദുൽ അബാദ് എന്ന് പറയുന്ന പ്രമുഖനായ ആണവ ശാസ്ത്രജ്ഞൻ, അങ്ങനെ 5-ൽ പരം ആണവ ശാസ്ത്രകാരന്മാരും ഇറാന്റെ ഭാഗം ലോകത്തോട് സംവദിച്ചിരുന്ന പ്രമുഖരായ സൈനിക ഉദ്യോഗസ്ഥന്മാരും, അത് IRGCയുടെ മേധാവി, അതുപോലെ സംയുക്ത സൈനിക മേധാവി എന്നൊക്കെ പറയുമ്പോൾ സൈനിക മേധാവികൾ തന്നെയാണ്, ആ രാജ്യത്തിന്റെ സൈനിക മേധാവികൾ തന്നെയാണ് ഇറാന് നഷ്ടമായിരിക്കുന്നത്. അത് വലിയ തിരിച്ചടിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ലോകമാധ്യമങ്ങൾ നടക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല, ഇറാനിലെ ആണവ കേന്ദ്രം നഥാൻ ആക്രമണത്തിൽ തകർന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഒപ്പം അവിടെ നിന്നുണ്ടാകുന്ന ആണവ വികിരണങ്ങൾ അത് എങ്ങനെ ഇറാൻ തടയുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും പുറത്തു വരുന്നു എന്നത് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒപ്പം ഇസ്രായേലി ടൈംസ് ഒക്കെ ചില വാർത്തകൾ പുറത്തുവിടുന്നത്, അതായത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ മൊസാദ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇറാനിൽ നടത്തിയിരുന്നു. ഇറാന്റെ സൈനിക ആസ്ഥാനത്തടുത്ത് തന്നെ മൊസാദ് ചാരന്മാർ നേരത്തെ നുഴഞ്ഞുകയറി അവിടേക്ക് ഒരു ട്രോൺ കേന്ദ്രം, ഇസ്രായേലിൻ്റെതായ ഒരു ട്രോൺ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. അവിടെ നിന്ന് വളരെ രഹസ്യമായി ഇസ്രായേലിൽ നിന്ന് ടെഹ്റാനിലേക്ക് ആയുധങ്ങൾ കടത്തിയിരുന്നു. ഈ ട്രോൺ കേന്ദ്രത്തിൽ നിന്ന്, അതായത് ടെഹ്റാനിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നുഴഞ്ഞുകയറി സ്ഥാപിച്ച ട്രോൺ കേന്ദ്രത്തിൽ നിന്ന് ഇറാൻ തയ്യാറാക്കി വെച്ചിരുന്ന, അതായത് ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ തയ്യാറാക്കി വെച്ചിരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമിച്ച് നശിപ്പിച്ചു. അതിനുശേഷമാണ് ഇസ്രായേൽ ഇറാനിലോട്ട് വ്യോമ ആക്രമണം നടത്തി ഇറാന്റെ പ്രമുഖരായ സൈനിക മേധാവികളെ വധിച്ചത് എന്ന് ഇസ്രായേൽ ടൈംസ് പോലെയുള്ള ചില പത്രങ്ങൾ അവരുടെ ഇസ്രായേലിലെ സൈനിക മേധാവികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പുറത്തുവിടുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഇറാൻ ഇത് വലിയ പ്രഹരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയി വ്യക്തമാകുന്നു. ഒപ്പം തന്നെ ഇറാൻ 100ലധികം ട്രോണുകൾ ഇസ്രായേലിനെതിരെ വിക്ഷേപിച്ചതായി വാർത്തകൾ പുറത്തു വരികയാണ്. ചിലയിടങ്ങളിൽ അത് 800ലധികം ട്രോണുകൾ എന്ന് കാണുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇറാൻ ആത്മീയ നേതാവിന്റെ പ്രതികരണത്തിനോട് ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, റൈസിംഗ് ലയൺ എന്ന് പറയുന്ന അവരുടെ സൈനിക നടപടി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപക്ഷെ ഇത് വളരെ കാലം നീണ്ടുപോയേക്കാം എന്ന ഒരു പ്രതികരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ചില ചാനലുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇറാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമാക്കിയേക്കാം എന്നാണ്. കാരണം അത്രത്തോളം വലിയ തിരിച്ചടി ഇറാൻ ഉണ്ടായിക്കഴിഞ്ഞു. അവരുടെ IRGC മേധാവി ഹുസൈൻ സലാമി, അതുപോലെ മുഹമ്മദ് ബഗേരി മുതലായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത്, അതുകൊണ്ട് തന്നെ തിരിച്ചടി എന്ന രീതിയിൽ ഒരുപക്ഷെ അവർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമാക്കിയേക്കാം എന്ന ഒരു വാർത്തയും ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.